ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും. ഇസ്രായേൽ ചരിത്രം 221 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ദിവസങ്ങളെ ക്ലാസ് എടുക്കുന്നത് ഇസ്രായേലിലെ പ്രവാചകന്മാരും പ്രവാചകിമാരും. കഴിഞ്ഞ ദിവസം യെശയ്യാവിന്റെ അല്പം നമുക്ക് ചിന്തിക്കേണ്ടേ തീർന്നു. ഇന്ന് യിരെമ്യാ പ്രവചനം. യിരെമ്യാവിനെ പറ്റി ചെറിയൊരു പഠനം. താന് ഒരു പുരോഹിത കുടുംബത്തിലെ ജനനമാണ്. അന്നേരം ഒരു പുരോഹിതന്റെ കുടുംബത്തിലെ ജനനമാണ്. ലേവ്യ കുടുംബത്തിൽപ്പെട്ടവനാണല്ലോ. ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇസ്രായേലിന്റെ പ്രവാചകനായി ദൈവം കണ്ടവൻ. വളരെ ബാലകനായിരുന്നു. ബാലകനായിരിക്കുമ്പോൾ തന്നെ താൻ പ്രവചിക്കുമായിരുന്നു. തന്റെ പ്രവചനത്തിന്റെ പ്രധാനമായ ഭാഗം പിന്മാറ്റത്തിൽ പോയിരിക്കുന്ന ഇസ്രായേലെ മടങ്ങി വരിക എന്നാണ് ഏറ്റവും പ്രധാനമായ ദൂത്. ഇനിയും വടക്കേ രാജ്യമായിരിക്കുന്ന ഇസ്രായേൽ അവർ ദൈവവഴി വിട്ടുപോയി. ദൈവവഴി വിട്ടുപോയപ്പോൾ അസീറിയക്കാർ വന്ന് വടക്കേ രാജ്യമായിരിക്കുന്ന ഇസ്രായേലിനെ നശിപ്പിച്ചു, തകർത്തു എന്ന് വേണേ പറയാം. 136 വർഷം എന്നിട്ടും തെക്കേ രാജ്യമായിരിക്കുന്ന യഹൂദ രാജ്യം നിലനിന്നു. ഈ രാജ്യങ്ങളുടെയൊക്കെ അധപ്പതനം എന്ന് പറയുന്നത് ദൈവത്തെ വിടുമ്പോഴാണ്. ദൈവത്തെ വിട്ട് പോകുമ്പോഴാണ് അധപ്പതനം വരുന്നത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരധപ്പതനവും വരികയില്ല. ലോകത്തിലെ എത്ര വലിയ മകൾ ശക്തി നോക്കിയാലും പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല. അവരുടെ ജീവിതത്തിൽ ഏറ്റവും പുറകോട്ട് പോകുന്ന മഹാഭാവമാണ് അന്യ ദൈവങ്ങളെ പോയി സേവിക്കുകയോ അന്യ ദൈവങ്ങൾ ധൂപം കാട്ടുക. ഇന്ന് നമ്മുടെ പുതിയ നിയമ യുഗത്തില്, ഇപ്പോഴത്തെ യുഗത്തില് നമ്മൾ ഇസ്രായേലിനെ പറ്റി പഠിക്കുമ്പോൾ ഇസ്രായേലിൽ അന്യ ദൈവങ്ങളില്ല. അന്യ ദൈവങ്ങളെ അവരെ ധൂപം കാട്ടാൻ പോകുന്നില്ല. അവരേക ദൈവത്തിലാണ് വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു കൊച്ചു രാജ്യം, കേരളത്തിന്റെ 3/4 ഭാഗം വലിപ്പമുള്ളായ ആ കൊച്ചു രാജ്യം അത്തിയാകുന്ന യഹൂദന്റെ തളിർപ്പിന് കാരണം അവരേക ദൈവ വിശ്വാസി ആണ്. അതുകൊണ്ട് അവർക്ക് ഒരു പരാജയമില്ല. അവരുടെ യാത്രയില്, അവരുടെ ആഹാരം കഴിക്കുമ്പോൾ ഏത് സമയമായിരുന്നാലും കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് അടുത്ത പദ്ധതിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. യിരെമ്യാവിന്റെ പ്രവചനകാലം BC 627 മുതൽ 586 വരെയും 41 വർഷം താൻ പ്രവചിച്ചു. 586 എന്ന് പറയുമ്പോൾ നെബൂഖദ്നേസർ വന്ന് ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കി അവിടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരെ മുഴുവൻ അടിമകളായി കൊണ്ടുപോയ വർഷമാണ് BC 586. ഇദ്ദേഹം 41 വർഷം പ്രവചന ശുശ്രൂഷയിൽ മുന്നോട്ട് പോയി. തനിക്കുണ്ടായിരിക്കുന്ന പീഡനങ്ങളെ, തനിക്കുണ്ടായിരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളെ പിന്നീട് വിവരിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. തന്റെ പ്രവചന കാലത്തെ 4 രാജാക്കന്മാരുടെ കാലത്തും താൻ പ്രവചിച്ചുകൊണ്ടിരുന്നു. 1 യോശിയാവ്, 2 യഹോവാഹാസ്,
3 യഹോവ യാക്കീം, 4 യഹോവ യാഗീൻ, 5 സിദെക്കീയാവ്. നേരം 5 രാജാക്കന്മാരുടെ കാലം വരെയും താൻ പ്രവചിച്ചുകൊണ്ടിരുന്നു. ഈ 5 രാജാക്കന്മാരും തന്നെ പലപ്പോഴും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, അഭിഷിക്തനെതിരായിട്ട് എത്ര വലിയ ആളായിരുന്നാലും, മഹാരാജാവായിരുന്നാലും ചക്രവർത്തി ആയിരുന്നാലും, അഭിഷിക്തനെതിരായിട്ട് പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്നത് ദൈവത്തിന്റെ വലിയ ശിക്ഷയാണെന്ന് ഇവിടെ തെളിയിക്കുകയാണ്. സിദെക്കീയ യുദ്ധത്തിന് പോകാൻ നേരം പറഞ്ഞു, ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞു. യിരെമ്യാ പറഞ്ഞു, നീ മടങ്ങി വരികയില്ല എന്ന് പറഞ്ഞ ആ പോക്കങ്ങ് പോകുമെന്ന്. അങ്ങനെ സിദെക്കീയാവിനെ അവർ കൊണ്ടുപോയി. ഞാൻ പിന്നീട് അതെ ക്ലാസ് എടുക്കാനായിട്ട് താല്പര്യപ്പെട്ടു. ഈ 5 രാജാക്കന്മാർ കൊല്ലപ്പെട്ടെങ്കിലും യിരെമ്യാവിനെ ദൈവം പരിപാലിച്ചു. അതാണ് ദൈവത്തിന്റെ പദ്ധതി. എന്നെ കേൾക്കുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്, കർത്തദാസന്മാരുണ്ട്. നാം ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നമ്മളെ വിളിച്ചിരിക്കുന്നത് മഹാദൈവമാണ്, സർവശക്തനാണ്, എൽ ശദായി ആണ്. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ കർത്താവാണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്നതാണ്. നമ്മൾ മാനുഷികമായിട്ടൊക്കെ അയ്യോ എനിക്ക് അങ്ങനെ ആയല്ലോ ഇങ്ങനെ ആയുള്ള ചിന്ത കടന്നു വന്നാലും ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കണം. ദൈവത്തോട് നന്ദി കരയണം. യിരെമ്യാവാണ് ഈ പുസ്തകം എഴുതുന്ന തെളിവുണ്ട്. 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം താനാണ് ഈ പുസ്തകം എഴുതുന്ന തെളിവുണ്ട്. പഴയ നിയമത്തിലെ ജനത്തിനെ ഉപദേശിക്കുന്നതിന്, തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി ദൈവം നിയോഗിച്ച ഒരു പ്രവാചകനാണ് യിരെമ്യാവ്. യിരെമ്യാവിന്റെ ജീവിതത്തില് പല കാര്യം പ്രവചിക്കുമെങ്കിലും ഭാവിയെ പറ്റി പ്രവചിക്കുന്നു, ഇസ്രായേലിൽ വരുന്ന ദുരന്തത്തെ പറ്റി പ്രവചിക്കുന്നു, മടങ്ങി വരുന്നതിനെ പറ്റിയൊക്കെ പ്രവചിക്കുന്നു. അതിൽ ജനത്തോടുള്ള ബന്ധത്തിലെ ഏറ്റവും പ്രധാനമായ 3 കാര്യമാണ് പ്രവചിച്ചത്. 1, മടങ്ങി വരിക. നമുക്കിന്നൊരു മടങ്ങി ഒരു ആവശ്യമാണ്. യിരെമ്യാവ് മടങ്ങി വരിക. 2-ാമത്തേത് ദുർമാർഗങ്ങളെ വിട്ടുതിരിയുക. ഇസ്രായേല് ദുർമാർഗത്തിൽ പോയി. 3-ാമത് നടപ്പും പ്രവൃത്തിയും നന്നാക്കുക. ഈ 3 കാര്യമാണ് ഇസ്രായേൽ ജനത്തോടെ തന്റെ ഏറ്റവും പ്രധാനമായ പ്രവചനം. നമ്മുടെ ജീവിതത്തിലെ ഈ 3-ലേതെങ്കിലും കുറവുണ്ടോ, അതോ 3ഉം പരാജയമാണോ? നമ്മൾ ചിന്തിക്കുക, നമ്മളിപ്പോൾ എവിടെയായിരിക്കുന്നു, നമ്മൾ എവിടെയായിരിക്കുന്നു എന്ന് ചിന്തിക്കുക. സമയത്തിന്റെ കുറവുണ്ട്. ക്ലാസ് ഞാനിവിടെ സമാപനം കുറിക്കുമെങ്കിലും തുടരും. പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു പ്രധാനമായ കാര്യം, യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തു. ഭാരതത്തിലൊരു ഉണർവുണ്ടാകും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവിന്റെ ഒരു അടുത്തിരിക്കുന്നു. പോകുവാൻ തയ്യാറാകുക. ദൈവത്തിന് മഹത്വം.